തന്റെ സ്വന്തം അനിയത്തിയെപ്പോലും ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. അത് പിന്നീട് കേസാവുകയും ഫ്രെഡ് ജയിലിൽ പോവുകയും ചെയ്തിരുന്നു. അവിടെ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അതിലെന്താണ് തെറ്റ്, ആരാണ് ചെയ്യരുത് എന്ന് പറഞ്ഞത്, അതിനെന്തെങ്കിലും നിയമമുണ്ടോ എന്നായിരുന്നു ഫ്രെഡിന്റെ ധൈര്യമായി പോരുന്ന മറുപടി. താൻ ചെയ്തത് ശരിയാണെന്ന മട്ടത്തിലും ഭാവത്തിലുമായിരുന്നു അവന്റെ ഉത്തരം. അവനിൽ പാപബോധം എന്നത് തികച്ചും ഇല്ലെന്ന് തെളിയിക്കുന്നതിന് അത് വ്യക്തമായ ഉദാഹരണമായിരുന്നു. അതിനുശേഷം ഫ്രെഡിന്റെ ജീവിതത്തിൽ നടന്ന കൃത്യങ്ങൾ ഇതിനേക്കാളും അതിക്രൂരമായിരുന്നു. 1960-ൽ ഫ്രെഡ് ആദ്യമായി പരിചയപ്പെട്ടവളായിരുന്നു കാത്തറിൻ കൊസ്റ്റൊല്ല. ലനോർക്ക് ഷൈർ എന്ന സ്ഥലത്ത് ഒരു ഡാൻസ് ഹാളിൽ ഇവർ ആദ്യമായി കണ്ടുമുട്ടി. അതിനുശേഷം ഏറെ മാസങ്ങൾ അവർ ഡേറ്റിംഗ് നടത്തി. 1962 നവംബറിൽ ഫ്രെഡ് അവളെ വിവാഹം ചെയ്തു. അപ്പോഴേക്കും കാത്തറിൻ ഒരു പാകിസ്ഥാൻ ബസ് ഡ്രൈവർ വഴി ഗർഭിണിയായിരുന്നു. ഇതറിഞ്ഞപ്പോൾ കാത്തറിന്റെ കുടുംബം അവളെ പുറത്താക്കി. ആ സമയത്ത് ഫ്രെഡിന്റെ